കലോത്സവ നഗരിയിൽ 24-മായി സഹകരിക്കുന്ന മാഡം ക്യൂറി അക്കാഡമിയുടെ MD ഉണ്ട്, ശ്രീ KA ടോണി. ഹായ് സർ. എൻട്രൻസ് അക്കാഡമിയാണ് മാഡം ക്യൂറി. നമുക്കറിയാം, കുറേ നാളുകളായി രംഗത്തുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ മേളയുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഒരുപാട് കുട്ടികൾ ഒരേ സമയം വരുന്നൊരു ഇടമാണ്. തൃശ്ശൂർ പൂരത്തിന് എത്തുന്നത് പോലെയല്ല ഇത്. ഒരുപാട് 10-15,000-ഓളം കുട്ടികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഈ നഗരിയിലേക്ക് വന്നപ്പോൾ എന്താണ് തോന്നിയത്? തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കുട്ടികളെ, ഇവരൊക്കെ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളാണ്. അവർ കുറച്ച് സമ്മർദ്ദത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ സമയങ്ങളിലൊക്കെ. അപ്പോൾ ആ സമയത്ത് ഒരു റിലാക്സേഷൻ എന്ന നിലയ്ക്ക് കുറച്ച് സമയം അവരെ ഇവിടേക്കൊക്കെ കൊണ്ടുവന്ന് ഈ ഇതിലൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിച്ചത് വലിയ സന്തോഷം. അത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ മാനസിക സംഘർഷങ്ങൾ. ഇപ്പോൾ അക്കാഡമിയിൽ ഇത്തരം കോച്ചിങ്ങുകൾ കൊടുക്കുന്നതനുസരിച്ച് തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനായിട്ടുള്ള ട്രെയിനിങ്ങുകളും അവർക്ക് ടിപ്സൊക്കെ കൊടുക്കുന്നുണ്ടോ? ഓ, തീർച്ചയായിട്ടും അതൊക്കെ ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ കോച്ചിങ് നടക്കുന്നത്. അവർ ഈ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഈ ജനുവരി മാസങ്ങളിലേക്ക് എത്തുമ്പോൾ കുറച്ച് പ്രഷർ കൂടും, എക്സാം അടുക്കുമ്പോൾ. അതെ. അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. കലോത്സവ നഗരിയിലേക്ക് എത്തിയപ്പോൾ ഏതെങ്കിലും ഐറ്റം പോയി കണ്ടോ സാറ്? കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കാണലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അത്ര നേരം സമയം സ്പെൻഡ് ചെയ്തത്. ഫാമിലിയാണോ വന്നിരിക്കുന്നത്? അതെ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഒന്നിന് പിറകെ ഒന്നായി മത്സരരംഗത്തേക്ക് വരുന്നുണ്ട്. വിജയം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് കൂടുതൽ ആൾക്കാരും പരാജയപ്പെടുന്നവരാണ്. പക്ഷേ പരാജയം എന്ന രീതിയിലല്ല, അവർ പെർഫോം ചെയ്യുന്നു, സ്റ്റേറ്റ് ലെവൽ വരുന്നു, ജില്ലയെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നുള്ളതാണ്. അപ്പോൾ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നാണ് പറയുന്നത്. അപ്പം പരാജയങ്ങളിൽപ്പെട്ട് വീണു പോകുന്നവരല്ല, അവിടെ നിന്ന് വീണ്ടും കുതിച്ച് ചാടി പൊങ്ങി വരുന്നവരാണ് യഥാർത്ഥ ഹീറോസ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ കലോത്സവം തന്നെ നമുക്ക് അതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ അവസരം കിട്ടി, അതാണ് വലിയ കാര്യം. അല്ലാണ്ട് ഇതിൽ വിജയിക്കുന്നതോ പരാജയപ്പെടുന്നതോ അല്ല. മത്സരിക്കാൻ അവസരം കിട്ടുക, അത് അധികം പേർക്ക് കിട്ടുന്നില്ലല്ലോ. ആ കിട്ടിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് അവർ കരുതണം. അപ്പോൾ എന്തായാലും ടോണി സാർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. എന്നാൽ നമ്മളോട് സഹകരിക്കുന്നതിൽ ഒരുപാട് നന്ദി. എന്തായാലും മാഡം ക്യൂറി എൻട്രൻസ് അക്കാഡമി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ, ഒരുപാട് കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ മുന്നേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥത്തോട് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് നാടൻ പാട്ട് വേദിയിലേക്കാണ്. നാടൻ പാട്ടിന്റെ ഒരു വൈബ് എന്താണെന്ന് അറിയാനായിട്ട് അവിടെ സ്മിത ചേച്ചിയും കുറെ കുട്ടികളും വെയിറ്റിംഗ് ആണ്. സ്മിത ചേച്ചി, എന്താണ് നാടൻ പാട്ട് വേദിയിൽ നിന്നുള്ള വിശേഷങ്ങൾ? ഒരു നാടൻ പാട്ട് പാടിയിട്ട് തുടങ്ങിയാലോ? സ്മിത ചേച്ചി ഇപ്പൊ നാടൻ പാട്ടൊക്കെ പഠിച്ചു കാണോ അവിടെ? നാടൻ പാട്ട് പഠിക്കാന്നുള്ളതല്ല, ഞങ്ങൾ നാട്ടിൻപുറത്തുകാരുടെ ഹൃദയ താളം എന്താന്ന് ചോദിച്ചാൽ അത് ഈ നാടൻ പാട്ടിന്റെ താളാണ്. രാവിലെ വന്നപ്പോൾ 1-2 നാടൻ പാട്ടുകളുടെ മത്സരം തുടങ്ങി, സദസ്സ് നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഹരിഷ്മയും പൂജയുണ്ട്. ഞങ്ങൾ ആ ഒരു താളത്തിലും അതിന്റെ ഒരു ആവേശത്തിലാണ് നിൽക്കുന്നത്. അടിപൊളിയല്ലേ നാടൻ പാട്ട്? സത്യം, എന്താ പറയാന്നറിയില്ല. വേദി ഇങ്ങനെ നിറഞ്ഞൊഴുക, അത് ഇങ്ങനെ ആടുക. അത് മാത്രം ചേച്ചി, പ്രായമൊന്നും പ്രശ്നമല്ല. ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെ കയ്യടിയും പ്രോത്സാഹനവും ആ സ്റ്റേജിലുള്ള കുട്ടികൾക്ക് അവർക്ക് ആ ടെൻഷൻ കൊടുക്കാതെ അവരിങ്ങനെ വൈബടിച്ചിരിക്കുകയാണ്. അത് ആ ഒരു എനർജി അവരെ ഓഡിയൻസിന് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവരുടെ ആ ഒരു എനർജി, ആ ഒരു വൈബ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ്. എന്തിനേറെ പറയുന്നു, നാടൻ പാട്ട് പെർഫോമൻസിലേക്ക് പോവാ. ഒരു ടീമിനെ കയ്യോടെ പിടിച്ചുകൊണ്ട് വന്നു. തുടങ്ങാം, നമുക്ക് വേഗം ആയിക്കോ.
കൊപ്പം സ്കൂളാണ്, പാലക്കാട് ജില്ലയിലെ കൊപ്പം സ്കൂളാണ്. സാറാണ് പഠിപ്പിച്ചത്, പെട്ടെന്ന് പറഞ്ഞോ സാറേ. ഞങ്ങള് കൊപ്പം സ്കൂളാണ്, GVHSS കൊപ്പം, പാലക്കാട് ജില്ലയിൽ ഫസ്റ്റാണ് ഹൈസ്കൂളിൽ. അടിപൊളി. അപ്പോൾ പിള്ളേർ ഭയങ്കര വൈബാണ്. നമ്മൾ ഓരോ അതെ കൊട്ടി തീർക്കാം നമുക്ക്. കൊട്ടിക്കോ കൊട്ടിക്കോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.